ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എനിക്ക് കുറേ പേര് DM ചെയ്തിട്ടുണ്ടായിരുന്നു, കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയാണ്, ഞാൻ എന്ത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അതുപോലെ തന്നെ ചില ടൈമിൽ സെൻസിറ്റീവ് ആണ്. ചിലപ്പോൾ അത് നോർമലായിട്ടും തോന്നാറുണ്ട്. കൂടുതലും എനിക്ക് ഡ്രൈ ആയിട്ടാണ് ഫീൽ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. കുറെ കാലമായിട്ട് ഇതില്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ബേബി ഓയിൽ. ഞാൻ ബേബി ഓയിൽ കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മോർണിംഗ് എണീറ്റ ഉടനെ ഫേസ് ഒന്ന് മസാജ് ചെയ്യാനായിട്ടൊക്കെ ഞാൻ ബേബി ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ ഇപ്പൊ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് കാണിക്കുന്നത്. നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്ലെൻസിങ് ചെയ്യാന്നുള്ളത്. അതും ഡബിൾ ക്ലെൻസിങ് ചെയ്യാന്നുള്ളത് മസ്റ്റ് ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് സെൻഡേലയുടെ ഈ ഒരു ക്ലെൻസിങ് ഓയിലാണ്. ഇത് ഞാൻ കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇമ്പ്യൂരിറ്റീസും മേക്കപ്പും ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. അതുപോലെ തന്നെ നമുക്കുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ മാക്സിമം നന്നായിട്ട് റിമൂവ് ആവുന്നുണ്ട്. എനിക്കിത് യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ലാർജ് പോഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് സെറ്റാഫിലിന്റെ ഈ ഒരു ഫോമിംഗ് ക്ലെൻസർ. നമ്മൾ ഈ ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസർ യൂസ് ചെയ്ത് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് ഈ ഒരു ഫോമിംഗ് ക്ലെൻസറും കൂടെ യൂസ് ചെയ്യണം. അത് ഈ ഒരു ബ്രാൻഡിന്റെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറൊരു നല്ല ബ്രാൻഡിന്റെ ആണെങ്കിലും മതിയാവും. അപ്പൊ നമ്മുടെ സ്കിന്നിൽ ഓയിലോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഞാൻ വിചാരിച്ചിരുന്നു സെറ്റാഫിലിന്റെ ഇത് ഡ്രൈ ആകുമെന്ന്, പക്ഷെ സ്കിൻ ഡ്രൈ ആവുന്നില്ല. ഇതിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാലും മോയ്സ്ചറൈസർ ഇട്ട ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും പ്രൊഡക്ട്സോ കാര്യങ്ങളോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഫേസിൽ പിടിച്ചിട്ടില്ല, ചെറിയ ബംസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതൊന്ന് കാം ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഞാൻ ക്ലെൻസിങ് ചെയ്യുന്നതിന് ഇത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത്. സ്കിൻ ക്ലെൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞുള്ള അടുത്ത സ്റ്റെപ്പാണ് ടോണർ. ഞാൻ യൂസ് ചെയ്യുന്നത് അനുവയുടെ ഈ ഒരു ടോണറാണ്. ഇതൊരു സൂത്തിങ് ടോണറാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ബാരിയർ നല്ലതാവാനും pH ബാലൻസ് ചെയ്യാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. അതുപോലെ തന്നെ ഓൾ സ്കിൻ ടൈപ്പും ആണ്. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ സ്കിൻ കുറച്ച് സൂത്ത് ആയതുപോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടോണർ യൂസ് ചെയ്തിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നവർക്ക് ഈ ഒരു റൈസ് ടോണറും കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റൈസ് ടോണർ നല്ലതാണ്. കുറച്ചും കൂടെ സ്കിൻ ഒന്ന് ഹൈഡ്രേറ്റഡ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു റൈസ് ടോണർ. എന്റെ സ്കിൻ കെയർ റുട്ടീനിലെ അടുത്ത സ്റ്റെപ്പാണ് സെറം. ഞാൻ യൂസ് ചെയ്യുന്നത് സെൻഡേലയുടെ ഈ ഒരു ബ്രൈറ്റനിങ് സെറം ആണ്. നേരത്തെ ഞാൻ വിറ്റമിൻ സി സെറം ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു ഡെർമാക്കോയുടെ. അതും നല്ലതാണ്. പക്ഷെ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രൈറ്റനിങ് സെറം ആണ്. ഇത് വിറ്റമിൻ സി സെറത്തിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെറം ആണ്. ഇതിൽ നിയാസിനമൈഡ് അടങ്ങിയിട്ടുണ്ട്. സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും സ്കിന്നൊക്കെ ഒന്ന് ഈവൻ ടോൺ ആവാനും ഡിസ്കളറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഇത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നിൽ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യും കേട്ടോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്റെ ഈവൻ ടോൺ ആവാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചില സെറംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സ്റ്റിക്കി ഫീൽ ആയിരിക്കുമല്ലോ. ഇത് നോൺ സ്റ്റിക്കി ആണ്. പെട്ടെന്ന് സ്കിന്നിനോട് അബ്സോർബ് ആകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതെന്റെ ഫേവറേറ്റ് ആണ്. സ്കിൻ നല്ല ബ്രൈറ്റൻ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ല സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ് മോയ്സ്ചറൈസിങ്. ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് സെൻഡേലയുടെ ഈ ഒരു സൂത്തിങ് ക്രീമാണ്. ഇപ്പൊ സ്കിന്നിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സൂത്ത് ആവാനും അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രേഷൻ ലെവലൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ക്രീം. ഇതിപ്പോ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ഇതിന് പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസർ ആണ് സെറാവിയുടെ ഈ ഒരു മോയ്സ്ചറൈസർ. ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ആൻഡ് ഇത് സെൻഡേലയുടെ ഈ ഒരു മോയ്സ്ചറൈസറും ഓൾ സ്കിൻ ടൈപ്പ് ആണ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്റെ സ്കിന്നിൽ ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ക്രീം. അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ ആണ് നമ്മുടെ സ്കിന്നിനെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്ന്. ഞാൻ യൂസ് ചെയ്യുന്നത് ബ്യൂട്ടി ഓഫ് ജോസോന്റെ ഈ ഒരു സൺസ്ക്രീൻ ആണ്. അത്യാവശ്യം വൈറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇതിനു മുന്നേ വേറെ പല സൺസ്ക്രീനും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ വൈറ്റ് കാസ്റ്റ് ഒട്ടും ഇല്ലാത്ത ഒരു സൺസ്ക്രീൻ ആണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പം സ്കിൻ ഭയങ്കര ഗ്ലോ ലുക്ക് ആയിരിക്കും.
പിന്നെ ഇതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൺസ്ക്രീൻ എന്നൊക്കെ പറയുന്നത് ഗ്ലോ റെസിപ്പിയുടെ സൺസ്ക്രീൻ നല്ലതാണ്. അതുപോലെ 1-2 സൺസ്ക്രീൻ ഉണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഇതാണ്. ഒരു കൊറിയൻ സ്കിൻ കെയർ റുട്ടീൻ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പ്രൊഡക്ട്സിന്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. പിന്നെ ഈ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്ത് കാണിക്കുന്നതിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഷോർട്സ് ആയിട്ടോ റീൽസ് ആയിട്ടോ ഒക്കെ ചെയ്യാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.